നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തലച്ചോറിനെ മാറ്റൂ, ജീവിതം തന്നെ മാറും. എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം? എന്റെ ജീവിതത്തിൽ എന്റെ മനസ്സിനെ എനിക്ക് ഉപകരിക്കുന്ന രീതിയിലേക്ക് എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ കുറേയധികം പുരോഗതി എനിക്ക് നേടാൻ സാധിച്ചു. വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് ഉപകരിക്കുന്ന രീതിയിലേക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറെ രസകരമായിട്ടുള്ള ആശയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വളരെ പ്രകടമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ വരണമെങ്കിൽ ആദ്യം വേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് നോ തൈസെൽഫ്. എനിക്ക് എന്നെ തന്നെ അറിയാൻ സാധിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയാൻ സാധിക്കണം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട വേറെ രസകരമായിട്ടുള്ള ബ്രെയിൻ്റെ അല്ലെങ്കിൽ തലച്ചോറിന്റെ കുറച്ച് വസ്തുതകൾ പറയാം. ആദ്യം നമ്മുടെ ബ്രെയിൻ, അതില് കോടാനുകോടി സെല്ലുകളുണ്ട്. അതിനെ പറയുന്നതാണ് ന്യൂറോൺസ്. ഈ ന്യൂറോൺസ് എല്ലാ പ്രായത്തിലും, അതായത് വയസ്സായാൽ പോലും പുതിയ പുതിയ ന്യൂറോൺസ് ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രസക്തി? അപ്പൊ ഇത്രയ്ക്കധികം ന്യൂറോൺസ് നമ്മുടെ തലച്ചോറിലുണ്ടെങ്കിൽ അത്രയ്ക്കധികം ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഈ ബ്രെയിന് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. വേറൊരു തരത്തിൽ പറഞ്ഞാല് നമ്മുടെ മനസ്സ് ഉപയോഗിച്ചിട്ട്, അതായത് നമ്മുടെ മനസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകള്, നമ്മുടെ വികാരങ്ങൾ, ഇതെല്ലാം വരുന്നത് നമ്മുടെ മനസ്സിൽ കൂടെയാണ്. ഈ മനസ്സ് ഉപയോഗിച്ച് നമുക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് കടത്തിവിടാൻ സാധിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഈ ബ്രെയിനിൽ സ്റ്റോർ ആവും. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അതായത് ബ്രെയിനിന്റെ ഈ സ്ട്രക്ചർ, ഈ തലച്ചോറിന്റെ ഈ സ്ട്രക്ചർ ഈ കടത്തിവിടുന്ന പ്രോഗ്രാമുകൾക്ക് അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയുക എന്നുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് എൻ്റെ ലിമിറ്റേഷൻസ്? അതെനിക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ വളരെ ഓവറായിട്ട് ചെയ്യുന്നത്, അതായത് വളരെയധികം അമിതമായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അമിതമായിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്ക് ഭക്ഷണം കഴിക്കുന്ന ശീലം, അത് കുറെ അധികം ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതാണ് ഓവറായിട്ടുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ കുറെ അധികം കാശ് കുറെ അധികം സ്പെൻഡ് ചെയ്യുന്ന ഒരു ശീലം, അതിപ്പോ എന്തെങ്കിലും പ്രോഡക്ട്സ് മേടിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചിട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ശീലമാണ്. ഇനി വേറെ ചില ശീലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റേഷൻ തോന്നുന്ന രീതിയിലുള്ള വിശ്വാസങ്ങളാണ്. അതായത് ലിമിറ്റഡ് ബിലീഫ്സ് എന്ന് പറയാം. അതായത് ഇല്ല ഇല്ല എന്നുള്ള ഒരു കൂട്ടത്തിൽ വരുന്ന ശീലങ്ങൾ. അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാനായിട്ട് കഴിവില്ല, ഇത് ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെയുള്ള ഒരു കൂട്ടം കാര്യങ്ങളുണ്ടാവും. ഇത്തരത്തിലുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള, അതായത് നമ്മുടെ അബോധത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് കോൺഷ്യസ് അല്ലെങ്കിൽ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവും. അത് വളരെ ചെറുപ്പം മുതലേ കേട്ട് അത് പ്രോഗ്രാമായി അൺകോൺഷ്യസ് മൈൻഡിലുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ മുന്നേറുമ്പോൾ പല പ്രശ്നങ്ങൾ അതിങ്ങനെ നേരിട്ടുകൊണ്ടേയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞു, അത് കഴിഞ്ഞ് അത് ഡൈവോഴ്സായി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു കല്യാണം കഴിച്ചു, അതും ഡൈവോഴ്സായി. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി, അവിടെ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണെന്ന് തോന്നി, അവിടെ നിന്ന് മാറി, എന്നിട്ട് വേറൊരു സ്ഥാപനത്തിൽ കയറി, അവിടെയും ഇതുപോലെ തന്നെ ടോക്സിക് ഒരു അവസ്ഥ തോന്നുന്നു, അവിടെ നിന്നും വിട്ടുപോകുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാറ്റേൺസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാറ്റേൺസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ആദ്യം തിരിച്ചറിയാൻ സാധിക്കണം. എന്തുകൊണ്ടാണ്? അങ്ങനെ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നമുക്കത് മാറ്റാനായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് നോ തൈസെൽഫ്. നമുക്ക് നമ്മെ തന്നെ അറിയാൻ സാധിക്കണം. അങ്ങനെ നമ്മളെ തന്നെ അറിയാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡീപ്പ് കോണ്ടംപ്ലേഷൻ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇരുന്ന് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിന് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് മെഡിറ്റേഷൻ. അതായത് നമുക്ക് സെൽഫ് ഇൻക്വയറി ചെയ്യാം. നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ണടച്ചുകൊണ്ട് നമ്മുടെ ചിന്തകൾ എന്താണ്, നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന വികാരങ്ങൾ എന്താണ്, ഇതിനുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ തന്നെ ആദ്യം മനസ്സിലാക്കാൻ സാധിക്കണം. അത് മനസ്സിലാക്കുന്നത് എന്തിനാണ്? കാരണം നമുക്കറിയാം നമ്മുടെ ബ്രെയിന് വളരെയധികം കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ തലച്ചോറിൽ ഇഷ്ടം പോലെ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിനെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സുപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാരണം കൊണ്ടാണ് ഈ ഒരു തിരിച്ചറിവിലേക്ക് വരാൻ പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ചൂസ് യുവർ ഹയർ വെർഷൻ. നിങ്ങളുടെ ഏറ്റവും ഉയർന്ന വെർഷൻ, അതിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ചിലർക്ക് അമിതമായി ചെയ്യുന്ന ചില ശീലങ്ങൾ ഉണ്ടാവും. അതായത് ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അതിന് നേരെ വിപരീതമായിട്ടുള്ള അതിൻ്റെ ഏറ്റവും ഹയർ വെർഷൻ എന്ന് പറയുന്നത് എന്താ? നല്ല ഭക്ഷണം മിതമായി കഴിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയായി മാറുന്നു. കുറേ അധികം കാശ് കുറേ അധികം സ്പെൻഡ് ചെയ്ത് കളയുന്ന ഒരു ശീലം ഉണ്ടെന്ന് വിചാരിക്കുക.
അതിന്റെ മറ്റൊരു വശം എന്താ? കാശ് വളരെ വൈസ്ലി, വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നു. കിട്ടുന്ന കാശ് വളരെ ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യുന്നു. കുറേയധികം പണം അതിലൂടെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് അയാളുടെ ലൈഫിൽ കുറേയധികം സാമ്പത്തിക ഭദ്രത കൈവരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് അതിന്റെ അപ്പുറത്തുള്ള ഏറ്റവും നല്ലൊരു വശം എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ റിലേഷൻഷിപ്സ് നമ്മൾ മാനേജ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ബോധത്തിന് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടു നടക്കുന്ന വികാരങ്ങൾ എന്ന് പറയുന്നത് കുറേയധികം സന്തോഷം, ആനന്ദം, സ്നേഹം തോന്നുന്ന തരത്തിലുള്ള വികാരങ്ങളായിരിക്കും. ആ ഒരു തരത്തിലുള്ള ബോധത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകർഷിക്കുന്നത് അത്തരത്തിലുള്ള കൂടുതൽ സന്തോഷവും കൂടുതൽ ആനന്ദവുമുള്ള വ്യക്തികളെ ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ റിലേഷൻഷിപ്സും ബെറ്റർ ആവാൻ അത് സഹായിക്കും. അപ്പോൾ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഏത് പ്രശ്നമാണോ, ഏത് തരത്തിലുള്ള പാറ്റേൺ ആണോ റിപ്പീറ്റ് ചെയ്യുന്നത്, അതിൽ നിന്ന് മാറണമെങ്കിൽ അതിന് നേരെ വിപരീതമായിട്ടുള്ള, അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു പർട്ടിക്കുലർ വെർഷൻ അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണോ എൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് എനിക്ക് തോന്നുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു ഹയർ വെർഷൻ അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ എനിക്ക് ആ ഒരു ഹയർ വെർഷനെ എനിക്ക് ട്യൂൺ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാ മാറ്റങ്ങളും വരാൻ അത് നമ്മെ സഹായിക്കും. നമ്മൾ നമ്മുടെ ഹയർ വെർഷൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ, നമുക്കൊന്ന് ഇമാജിൻ ചെയ്യുമ്പോൾ ഇത് എനിക്ക് ചെയ്യാൻ സാധിക്കുമോ, അത് 0.001% യെസ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കതിനെ പ്രൊസീഡ് ചെയ്യാം. അതായത് ആ ഒരു ഹയർ വെർഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഉറപ്പിക്കാം. ഇനി ചില കാര്യങ്ങൾ 0% തീരെ വിശ്വസനീയമല്ലാന്ന് ഇപ്പോൾ ഈ ഒരു ബോധ മനസ്സിൽ അങ്ങനെ തോന്നുകയാണെങ്കിൽ പിന്നെ അത് ട്രൈ ചെയ്തിട്ട് ഉപകാരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു ശതമാനമെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഒരു മാറ്റം വരുത്താൻ സാധിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ആ ഒരു ഹയർ വെർഷനിലേക്ക് മാറുന്നതിന് തീർച്ചയായിട്ടും ശ്രമിക്കാമെന്നാണ് ഞാൻ പറയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഹയർ വെർഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നെന്ന് പറയുന്നത് ഓവറായിട്ട് ചെയ്യുന്ന കാര്യത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് വരുത്തുന്ന ഒരു ഹയർ വെർഷനാണ്. മറ്റൊന്ന് പറയുന്നത് ലിമിറ്റേഷൻ, അറിയില്ല, സാധിക്കില്ല, കഴിവില്ല എന്നുള്ള ആ ഒരു വെർഷനിൽ നിന്ന് മാറി ഇതെല്ലാം സാധിക്കും. ഇപ്പോൾ കോൺഫിഡൻസ് ഇല്ല എന്ന് തോന്നുന്നൊരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഹയർ കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയായി മാറാൻ സാധിക്കും. അല്ലെങ്കിൽ എനിക്ക് തീരെ മെമ്മറി പവർ ഇല്ല, അതായത് കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നു എന്ന് തോന്നുന്നൊരു വ്യക്തിയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് മെമ്മറി പവറുള്ള നല്ല ഒരു മെമ്മറി ചാമ്പ്യനാണ് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് എന്തെങ്കിലും തരത്തിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നല്ല ആരോഗ്യം നിലനിർത്താൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു ഹയർ വെർഷൻ നിങ്ങളുടെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഈ ഹയർ വെർഷൻ എന്ന് പറയുമ്പോൾ ഈ ഹയർ വെർഷൻ തന്നെ പല തലങ്ങളുണ്ടാവും. അത് നിങ്ങളുടെ വർക്ക് ലൈഫ് ആവാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആവാം, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ലൈഫായിരിക്കാം. അങ്ങനെ എല്ലാ തലങ്ങളിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഇതിലെല്ലാത്തിലും നിങ്ങളുടെ ഹയർ വെർഷൻ എന്താണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ബീയിങ് ഹയർ സെൽഫ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഉയർന്ന വെർഷനിലേക്ക് നിങ്ങൾ മാറുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഉയർന്ന വെർഷനിലേക്ക് മാറിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നേറുകയാണ്. അതെങ്ങനെ ചെയ്യാൻ സാധിക്കുക? അതിന് സഹായിക്കുന്ന ചില ടെക്നിക്കുകളാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ചെയ്യാവുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നതാണ് സെൽഫ് ഇൻക്വയറി, സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക. ഈ സെൽഫ് ഇൻക്വയറി ചെയ്യുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചിട്ടാണ്, അതായത് നമ്മുടെ ബോധ മനസ്സ്. നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമായിരിക്കും ബോധ മനസ്സ്, അതുപോലെ തന്നെ ഉപബോധ മനസ്സ്. ബോധ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു 6 മണിക്ക് എണീക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കാലത്ത് എണീറ്റ് 1 മണിക്കൂർ, അതായത് മേ ബി ഒരു 6 മണി തൊട്ട് 7 മണി വരെ അയാളുടെ ഉപബോധ മനസ്സ് കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വേവ്സ് കുറേയും കൂടിയും ശാന്തമായിട്ടുള്ള ആൽഫ ബ്രെയിൻ വേവ്സിൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഉറങ്ങി എണീറ്റ് ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ, അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള കുറച്ച് നിമിഷങ്ങൾ. അപ്പം ഞാനിവിടെ പറയുന്നത് ബോധ മനസ്സ് ആക്റ്റീവായി നിൽക്കുന്ന സമയത്തെ കാര്യങ്ങളാണ്. അതാണ് പറഞ്ഞത് 6 മണിക്ക് എണീക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു 8 മണി അല്ലെങ്കിൽ 9 മണിയോടുകൂടി അയാളുടെ ബോധ മനസ്സ് കുറേയും കൂടിയും ഉണർന്നിരിക്കും, അതായത് ബീറ്റ ബ്രെയിൻ വേവ്സ്. അപ്പോൾ ബീറ്റ ബ്രെയിൻ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 അല്ലെങ്കിൽ അതിൽ കൂടുതലോ തരംഗങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ബ്രെയിനിൽ, അതാണ് ബീറ്റ ബ്രെയിൻ വേവ്സ്. അപ്പോൾ ആ ഒരു മോമെൻറ്റിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ആണ് കുറേയധികം ആക്റ്റീവ് ആവുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? അതെന്ന് പറഞ്ഞാൽ കുറേ കൂടിയും അലേർട്ടായിരിക്കും, കുറേ കൂടിയും എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് വളരെ അലേർട്ടായിട്ട് ചെയ്യാനായിട്ട് ഈ ഒരു കോൺഷ്യസ് മൈൻഡ്, ഈ ഒരു ബീറ്റ ബ്രെയിൻ വേവ്സ് സഹായിക്കും. കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് സെൽഫ് എൻക്വയറി ചെയ്യുകയാണെങ്കിൽ അത് കുറേ കൂടിയും ഇഫക്റ്റീവായിരിക്കും, കുറേ കൂടി ഫലപ്രദമായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സെൽഫ് എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിമിഷത്തിലും ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ഒരു എൻക്വയറി, ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്താ കുറച്ചും കൂടി ബോധത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട്. ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനത്തെയാണ്. അതായത് ഒന്ന്, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റൻഷൻ ഐ ഹാവ് ഇൻ ദിസ് മൊമെൻറ്റ്? എനിക്ക് ഈ ഒരു നിമിഷത്തിലുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള ഉദ്ദേശം എന്താണ്? ഓക്കെ, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഓക്കെ, ഈ ഒരു വർക്ക് എനിക്ക് വളരെ നല്ല രീതിയിൽ എനിക്ക് ചെയ്തു തീർക്കാൻ സാധിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഇൻറ്റൻഷൻ, ഏറ്റവും ഉയർന്ന ഇൻറ്റൻഷൻ എന്താണെന്ന് ആദ്യം തിരിച്ചറിയാൻ സാധിക്കണം. അതിനെ സഹായിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പറയുന്ന ഈ ചോദ്യം. അതിനുശേഷം വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ദിസ് ഇൻറ്റൻഷൻ? ഈ ഒരു ഉദ്ദേശത്തിന്റെ പ്രസക്തി എന്താണ്? അപ്പോൾ എനിക്ക് ഇങ്ങനെ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. എന്തിനാ? അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അത് എൻ്റെ വർക്ക് കുറേയധികം ബെറ്ററായി ചെയ്ത് എനിക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. അത് എൻ്റെ കമ്പനിക്ക് അത് വളരെയധികം ഉപകരിക്കും. അപ്പോൾ ആ ഒരു ഹയർ പർപ്പസാണ് അവിടെ വരുന്നത്. ഇനി ഹൗ ക്യാൻ ഐ ആഡ് വാല്യൂ ടു മൈസെൽഫ് ആൻഡ് അതേഴ്സ്? എങ്ങനെയാണ് ഞാൻ ഒരു വാല്യൂ ആഡ് ചെയ്യുന്നത് ഈ ഒരു ഇൻറ്റൻഷനിൽ കൂടെ? അത് ചോദിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ജോലി ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ജോലി കുറേ കൂടി പ്രൊഫഷൻ്റെ ചെയ്യാണ്. അത് എനിക്കും ഉപകരിക്കും, അതുപോലെ തന്നെ ഒരു കമ്പനിക്കും ഉപകരിക്കും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോ ഇതിലത്തെ ഇൻഫർമേഷൻസ് കുറേയധികം ആളുകൾക്ക് കൊടുക്കുമ്പോൾ അത് എനിക്കും ഉപകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇത് കേൾക്കുന്നവർക്കും കുറേയധികം ഉപകരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടിയും നമ്മൾ നമ്മുടെ മനസ്സിനെ കുറച്ചും കൂടിയും തിങ്കിങ് അതുപോലെ തന്നെ ഫീലിംഗ് ലെവലിലേക്ക് കൊണ്ടുവരാണ്. അതായത് ചിന്തയുടെയും വികാരത്തിൻ്റെയും ഒരു ലോകത്തേക്ക് കൊണ്ടുപോവുക. അതെങ്ങനെ കൊണ്ടുപോകേണ്ടത്? ഹൗ അമേസിംഗ്ലി ഐ ഫീൽ ഐ ആം ഡൂയിങ് ദിസ് ആക്ടിവിറ്റി. എത്ര മനോഹരമായിട്ടാണ് ഞാൻ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്, അത് ഞാൻ തിങ്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹൗ അമേസിംഗ്ലി ഐ ഫീൽ, എത്ര മനോഹരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഞാൻ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പോൾ എന്താ, നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറേയധികം ചിന്തകളും വികാരങ്ങളും വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിനെ ഈ ഒരു ഇൻറ്റൻഷനിലേക്ക് വളരെയധികം ഉയർന്ന വികാരത്തോടു കൂടി നമുക്കതിനെ ട്യൂൺ ചെയ്യാൻ സാധിക്കുമ്പോൾ അതിൽ പൂർണ്ണമായിട്ടും അതിൽ മുഴുവനായിട്ട് നമുക്ക് എൻഗേജ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിലേക്ക് മുഴുകാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അതിലേക്ക് പൂർണ്ണമായിട്ട് മുഴുകി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത്രയ്ക്കും ഗംഭീരമായിരിക്കും. അപ്പോൾ വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഓരോ മൊമെൻറ്റിലും ഇത്തരത്തിൽ ഒരു സെൽഫ് ഇൻക്വയറി ചെയ്യുകയാണെന്ന് വിചാരിക്കുക. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റൻഷൻ ഐ ഹാവ് ഇൻ ദിസ് മൊമെൻറ്റ്? അപ്പോൾ ആ ഒരു ഇൻറ്റൻഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞു. വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ദിസ് ഇൻറ്റൻഷൻ? ഈ ഒരു ഇൻറ്റൻഷൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിൻ്റെ പ്രസക്തി എന്താണ്? ഹൗ ക്യാൻ ഐ ആഡ് വാല്യൂ ടു മീ ആൻഡ് അതേഴ്സ്? എനിക്ക് എങ്ങനെ ബാക്കിയുള്ളവർക്ക് വാല്യൂ ആഡ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഇൻറ്റൻഷൻ വഴി? ഹൗ അമേസിംഗ്ലി ഐ ഫീൽ ഐ എം ഏബിൾ ടു ഡു ദിസ് ഇൻറ്റൻഷൻ? ഹൗ അമേസിംഗ്ലി ഐ തിങ്ക് ഐ എം ഏബിൾ ടു ഡു ദിസ് ഇൻറ്റൻഷൻ? ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഓരോ നിമിഷത്തിലും കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് ചോദിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രകടമായിട്ടുള്ള നല്ല മാറ്റങ്ങളും വരുത്തുന്നതിന് നമ്മെ സഹായിക്കും. കാരണം നമ്മൾ ചോദിക്കുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും സമയം കളയുന്ന രീതിയിൽ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി, വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ദിസ് തോട്ട്? ഈ ഒരു ചിന്തയുടെ റെലവൻസ് എന്താണ്, പ്രസക്തി എന്താണ്, അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ റെലവൻസ് എന്താണ്? അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ തോന്നില്ലേ ഇത് ഉപകരിക്കാത്ത കാര്യമാണെങ്കിൽ ഇത് വിട്ടുകളയാനായിട്ട്. ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാരോട് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സബ്ജക്റ്റുകൾ സംസാരിച്ച് ചിലപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ദിസ്? ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണ്? അപ്പോൾ ചിലപ്പോൾ തോന്നും, ഇങ്ങനെ സംസാരിച്ചിട്ട് എന്താ കാര്യം, വെറുതെ സമയം പോകുന്നല്ലാണ്ട് ഒരു ഉപകാരവും ഇല്ല. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. മേ ബി ആ ഒരു കോൺവെർസേഷൻ നമുക്ക് മാറ്റാം. ഇനി ആ കോൺവെർസേഷൻ മാറുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാറിപ്പോവാം. അപ്പോൾ വേറെ തരത്തിൽ പറഞ്ഞാൽ നമുക്ക് സത്യത്തിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് നമുക്ക് പല നല്ല ഡിസിഷൻസ് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി പറയാൻ പോകുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിനെ ഉപയോഗിച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 6 മണിക്ക് എണീക്കുന്ന വ്യക്തിയാണെങ്കിൽ 6 മണി തൊട്ട് കുറച്ച് നേരം ഒരു 7 മണി വരെയൊക്കെ ഉപബോധ മനസ്സായിരിക്കും ആക്റ്റീവായിട്ട് ഇരിക്കാമെന്ന്. അതിന് കാരണം നമ്മുടെ ആൽഫ ബ്രെയിൻ വേവ്സ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. ഇത് നമുക്ക് മെഡിറ്റേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ സെൽഫ് ഹിപ്നോസിസ് അതുവഴിയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ടെക്നിക്ക് എന്ന് പറയുന്നതാണ് വിഷ്വലൈസേഷൻ ടെക്നിക്ക്. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേടാൻ ആഗ്രഹമുള്ളൊരു കാര്യം അത് നമ്മൾ നേടിക്കഴിയുമ്പോഴുണ്ടാവുന്ന ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു ചിത്രം അത് നമുക്ക് നമ്മുടെ ഭാവനയിൽ കൊണ്ടുവരാൻ സാധിക്കണം. അത് കുറേയധികം സമ്പത്ത് നേടണം എന്നുള്ളതാണെങ്കിൽ അത് നേടി കഴിയുമ്പോഴുണ്ടാവുന്ന ആ ഒരു സന്തോഷം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയിൽ എങ്ങനെയാണോ അത് കൊണ്ടുവരാൻ സാധിക്കുന്നത് ആ തരത്തിൽ കൊണ്ടുവരിക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കുറേയധികം സമ്പത്ത് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അത് കാണാൻ സാധിക്കും. അപ്പോൾ
ആ ഒരു ബാങ്ക് മൊബൈലിൽ നമ്മുടെ ആ ബാങ്കിങ് ആപ്ലിക്കേഷൻ എടുത്തു, നമ്മുടെ അക്കൗണ്ട് തുറന്നു, അത്രയധികം കാശ്, കോടി, 1 കോടി, 10 കോടി, എത്രയാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം അത്രയും, അത് നിങ്ങളുടെ വിഷ്വലൈസേഷൻ, നിങ്ങളുടെ മനസ്സിലേക്ക് അതിൻ്റെ ഒരു ഇമേജ് കൊണ്ടുവന്നു. എന്നിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന സന്തോഷം, ആ ഒരു ഇമോഷൻ അത് നിങ്ങൾ കൊണ്ടുവന്നു. ആ ഒരു ഇവൻറ്റിനെ, ആ ഒരു സംഭവത്തിന് നിങ്ങളുടെ ഇമാജിനേഷൻ ഉപയോഗിച്ച് നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ടും നിങ്ങൾ അതിനെ വിശ്വസിച്ചു, അല്ലെങ്കിൽ അതിനെ അത്രയ്ക്കധികം നിങ്ങൾ ഉൾക്കൊണ്ടു. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് അത് വരും. ബിലീഫ് സിസ്റ്റത്തിലേക്ക് അത് വരണമെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു റെപ്പിറ്റേഷൻ എന്ന് പറയുന്നൊരു ടെക്നിക്ക് വളരെ പ്രസക്തമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അത് നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് വരുമ്പോഴാണ് അത് ലൈഫിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും അധികം സാധ്യതകളേറുന്നത്. അപ്പോൾ അങ്ങനെ വിഷ്വലൈസേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഹയർ സെൽഫ് അതിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും, അല്ലെങ്കിൽ ബീയിങ് ഹയർ സെൽഫ് ആകാൻ അത് നമ്മെ സഹായിക്കും. മറ്റൊരു ടെക്നിക്ക് എന്ന് പറയുന്നതാണ് അഫർമേഷൻ അല്ലെങ്കിൽ സ്ഥിരീകരണങ്ങൾ. ഈ അഫർമേഷൻ എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ഇഫക്റ്റീവായിട്ടുള്ള പല അഫർമേഷൻസും ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനൊരു പണക്കാരനാവണം, ധനവാനാകണം, അപ്പോൾ ഐ ആം എ റിച്ച് മാൻ, അല്ലെങ്കിൽ കുറേയധികം പണം എന്നിലേക്ക് വളരെ എളുപ്പത്തിലും വേഗത്തിലും വരുന്നു, ഞാൻ പണത്തിൻ്റെ ഒരു കാന്തമാകുന്നു, പണം ഉപയോഗിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തിലും എനിക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും കുറേയധികം നല്ല മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നു, പണം ഞാൻ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നു, പണം ഉപയോഗിച്ച് എനിക്ക് കുറേയധികം ആളുകളെ അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുന്നതിന് അവരെ പ്രചോദിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ അഫർമേഷൻസ് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാതി ഉറക്കത്തിൽ നിൽക്കുന്നൊരു സമയം. അപ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണെങ്കിൽ അത് വളരെയധികം സഹായിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വിശ്വാസങ്ങൾ നമുക്ക് ഏറ്റവും ഉപകരിക്കുന്ന രീതിയിൽ ഐ ആം റിച്ച് അഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, 7.25 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ. ആ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുകയാണെങ്കിൽ, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് കേൾക്കുകയാണെങ്കിൽ, ആ സമയത്ത് ബോധ മനസ്സ് വളരെയധികം ആക്റ്റീവായിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അത് കേട്ടുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ ഈ തരത്തിൽ നമുക്ക് കുറേയധികം പണത്തിനോടുള്ള നമ്മുടെ ഇക്വേഷൻസ് വളരെയധികം പോസിറ്റീവായി മാറ്റുന്നതിന് അത് നമ്മെ സഹായിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ ആ ഒരു സമ്പന്നത എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും. ഇനി പറയുന്നത് സെൽഫ് ഹിപ്നോസിസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ചില ഇമാജിനേഷൻസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻസ് കൊണ്ടുവരിക. അതാണ് സെൽഫ് ഹിപ്നോസിസ്. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഐ ആം റിച്ച് അഫർമേഷൻസിൻ്റെ വീഡിയോ അത് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തുകൊണ്ട് ഉറങ്ങുക, അതും ഒരു സെൽഫ് ഹിപ്നോസിസ് തന്നെയാണ്. കാരണം എന്താ, നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളെ തന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്ന അഫർമേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾ പ്രോഗ്രാം ചെയ്യാണ്. അവിടെയും ഒരു സെൽഫ് ഹിപ്നോസിസ് തന്നെയാണ് നടക്കുന്നത്. ഈ പറഞ്ഞ ടെക്നിക്കുകൾ, വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ അഫർമേഷൻസ് അല്ലെങ്കിൽ സെൽഫ് ഹിപ്നോസിസ്, ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഉപബോധ മനസ്സ് ആക്റ്റീവായി നിൽക്കുന്ന സമയം, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ വേവ്സ് ആൽഫ അല്ലെങ്കിൽ തീറ്റ ആ ഒരു സമയത്തായിരിക്കണം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അത്തരത്തിൽ നിങ്ങളുടെ ഒരു ഹയർ വെർഷനിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്കായിട്ടോ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇവയിലൂടെ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ കുറേയധികം ആളുകളിലേക്ക് എത്തുന്നതിന് അത് വളരെയധികം സഹായിക്കും. പിന്നെ ഞാൻ ഒരു വെബ്സൈറ്റ്, ബീയിങ് ഹയർ സെൽഫ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൽ കൂടെ സാധിക്കും. നിങ്ങൾക്ക് മെഡിറ്റേഷൻ കുറേയധികം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കുറേ മെഡിറ്റേഷൻസ് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു മെമ്പറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇതുപോലെ ഉപകരിക്കുന്ന കുറേയധികം നല്ല വീഡിയോസ് ചെയ്യാൻ ഇനിയും എനിക്ക് സാധിക്കട്ടെ. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.